ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പം കുറേ നേരം ഞാൻ ആ കസേരയിൽ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ദേ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് വന്നിട്ടുള്ളത്. ഫേസൊക്കെ ഒന്നൊരു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ രാവിലെ ഇട്ടിട്ട് പോയ എൻ്റെ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും എല്ലാം മുഖത്തുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിയുമ്പോഴത്തേക്കും ഒരു എന്തോ മാതിരി ഒരു ആശ്വാസം പോലെ തോന്നും കേട്ടോ. പിന്നെ ഫേസൊക്കെ ഒന്ന് എന്താ പറയുക തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. എനിക്ക് മുടി ഇങ്ങനെ തീരെ അഴിച്ചിടുന്നതിനോട് ഒരു താല്പര്യമില്ല. ഒക്കേഷൻ ബേസൊക്കെ അയച്ചിടും, പക്ഷെ അല്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ കെട്ടി ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു എന്തോ മാതിരി ഒരു മനസ്സമാധാനം കിട്ടത്തില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞു. ഇനി സ്കിൻ കെയർ എപ്പോഴും ഞാൻ മറക്കുന്ന പരിപാടിയാണ് സ്കിൻ കെയർ. ഞാൻ സ്കിൻ കെയറിനെ പറ്റി വാചാലമായിട്ട് പറയുമെങ്കിലും ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു സ്കിൻ കെയർ ഫോളോ ആക്കാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിഗ്മെൻറ്റേഷനും ഡൾനെസ്സും എല്ലാം എൻ്റെ ഫേസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലാതെ ഞാൻ ഇതുപോലെ സിറമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കും. കാര്യം എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ അതിട്ടിട്ട് ഏകദേശം എൻ്റെ ചുണ്ടിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിരിക്കുകയാണ്. ഫുള്ളി പിഗ്മെൻറ്റേഷനാണ് കേട്ടോ. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ലാലിനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് തരുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ നല്ല മൂടായതുകൊണ്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സൈഡിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലു ആണെങ്കിൽ എന്താ നമ്മുടെ ദീപാവലിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ റിലേറ്റഡ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ്, അതായത് ഹാൻഡി ഗിഫ്റ്റ്സിൽ ഉണ്ടാവും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പറിൻ്റെ ഫുൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹാമ്പറാണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദേ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാം. വളരെ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നതിന് ശേഷം എന്തായിരുന്നു വെക്കുന്നത് മറന്നുപോയി, മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ മട്ടൻ 2 ദിവസം മുന്നേ വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് സ്റ്റോക്ക് ചെയ്ത എല്ലാ മത്സ്യമാംസങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം അടുത്ത തവണ തൊട്ടിട്ട്, അതായത് നാളെ വെക്കണമെങ്കിൽ വേറെ വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കാന്താരിയൊക്കെ ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ലോഡ് കാന്താരി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ എടുക്കാൻ മറന്നുപോയി. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ഇന്നലെ ഞാനത് കണ്ടത്. പിന്നെ ഞാനിപ്പോൾ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും അതിലൊരു ലോഡ് കാന്താരി ഇട്ടിട്ടായിരിക്കും വെക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് എരിയുന്ന കണക്കൊന്നും ഇടില്ല, ഒരു ആവശ്യത്തിന്. ഓക്കെ, പിന്നെ അതേ തക്കാളി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു പേസ്റ്റും റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കറി വെച്ച അതേ രീതിക്ക് തന്നെയാണ് ഇതും ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ രാവിലെ കുറച്ച് കടലക്കറി ഏകദേശം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, ഒരു പാത്രത്തിലോട്ട് മാറ്റി നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നും കുക്കറിൽ തന്നെ റൈസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയാനായിട്ട് അതേ നടക്കുകയുള്ളൂ. റൈസ് കുക്കർ ഇടാനായിട്ടുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ കുക്കറിലങ്ങ് റെഡിയാക്കി. പിന്നെ നമ്മുടെ മസാല സെറ്റായി നോക്കണേ. ഇതിപ്പോൾ എനിക്ക് എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടല്ലോ കഴിഞ്ഞ വട്ടം വാങ്ങിയ ORS അവിടെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്കങ്ങ് ദാഹിച്ചപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇതങ്ങ് എടുത്ത് കുടിക്കാമെന്നേ. പക്ഷേ ഇതിനകത്ത് മറ്റേ സ്ട്രോയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കുടിക്കുമ്പോൾ എല്ലാം എൻ്റെ മേത്ത് വീണുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഒന്നും കണക്കാക്കിയില്ല, അങ്ങ് കുടിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം വെന്ത് വന്നപ്പോൾ മറ്റേ തക്കാളിൻ്റെ പേസ്റ്റൊക്കെ ഞാനങ്ങ് ചേർത്ത് കൊടുത്തു. മട്ടൻ ഓൾറെഡി വേവിക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഒരു പാൻ വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാലാസ് ഇങ്ങനെ എന്താ പറയുക, എണ്ണയിലൊന്ന് വറുത്തിട്ട് നമ്മുടെ ഈ ഒരു കറിയിലോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ പരീക്ഷിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇപ്പോഴും ഇത് കണക്ക് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ ഉള്ളി തക്കാളീൻ്റെ പേസ്റ്റല്ല ആ ഒരു കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് ചുകന്നിരിക്കണം, അതുകൊണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്ത്, അല്ലാതെ മുളക് പൊടി വാരി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നന്നായി എരിഞ്ഞു പോകുമല്ലോ. അപ്പം അരി ഒക്കെ കഴുകി റെഡിയാക്കി ഇനി അതും കുക്കറിലിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം സെറ്റായെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഒരുപാട് ജോലികളുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അരിയും ഞാൻ അടുപ്പത്തോട്ട് കയറ്റിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ കണ്ടോ, ഇതൊരു ഹെർബൽ ഹെയർ വാക്സ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലാലുവിൻ്റെ അടുത്ത് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടി. എനിക്കാണെങ്കിൽ ചെയ്തു തന്നാൽ ഭയങ്കര ഉപകാരം എന്നിട്ട് വിചാരിക്കുക. അങ്ങനെ ലാലുവിനോട് ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് എന്തോ നല്ല മൂഡായതുകൊണ്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ അപ്ലൈ ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ മട്ടൻ വെന്തോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.